ഹലോ ഫ്രണ്ട്സ്, അഭിഷേക് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പുതിയൊരു ക്രൈം ത്രില്ലർ, സസ്പെൻസ് ത്രില്ലർ സ്റ്റോറിയുമായിട്ടാണ്. ഒരു ഫോറസ്റ്റ് ദുരൂഹത. കഥ തുടങ്ങുമ്പോൾ തന്നെ സമയം ഏകദേശം രാത്രി 2 മണി. ചെമ്പകവനം ചെക്ക് പോസ്റ്റ് വിജനതയാൽ മൂടപ്പെട്ട സമയം. ചെക്ക് പോസ്റ്റിൽ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അപ്പുറവും ഇപ്പുറവുമായി ഇരുന്ന് ഉറങ്ങുന്നു. ആ ശൂന്യ പ്രദേശത്ത് അവരുടെ കൂർക്കം വലിയുടെ ശബ്ദം മാത്രം. ചെക്ക് പോസ്റ്റിലെത്തിയ ഒരു കാറിൻ്റെ ഹോൺ കേട്ട് അവർ നിദ്രയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ശേഷം കാറിലിരിക്കുന്ന വ്യക്തിയെ സല്യൂട്ട് ചെയ്തു. പുതിയതായി ചാർജ് എടുത്ത ഫോറസ്റ്റ് ഓഫീസർ ജാഫർ ആയിരുന്നു കാറിൽ. എന്താടോ ഇത്, ജോലി സമയത്ത് കിടന്നുറങ്ങുക? ഓഫീസറുടെ ചോദ്യത്തിന് ഗൗരവത്തെ അവർ ഉത്തരം നൽകി. അല്ല സാർ, രാത്രി ആയതുകൊണ്ടാ, ഇനി ഉറങ്ങില്ല സാർ. ശരി, വരുന്ന എല്ലാ വണ്ടികളും പരിശോധിച്ചിട്ടേ കടത്തിവിടാവൂ. ഞാൻ ക്വാർട്ടേഴ്സിൽ കാണും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താൽ മതി. ശരി സാർ, അവർ തലയാട്ടി. ജാഫർ തൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തി. ഡ്രൈവർ ബാലൻ കാർ അവിടെ നിർത്തി. ജാഫർ ക്വാർട്ടേഴ്സ് തുറന്നു. വസതിയിൽ കയറും മുൻപ് അയാൾ ഡ്രൈവറോട് പറഞ്ഞു, താൻ രാവിലെ വന്നാൽ മതി. ഡ്രൈവർ ചോദിച്ചു, സാർ, ഈ കാടിന് നടുവിൽ ഒറ്റയ്ക്കെങ്ങനെ? താൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ. താൻ പോയിക്കോ. അയാൾ പോയ ശേഷം ജാഫർ അകത്ത് കയറി വാതിലടച്ചു. കുറച്ചു കഴിഞ്ഞാണ് ആരോ ബെല്ലടിച്ചതായി കേട്ടത്. ജാഫർ വാതിൽ തുറന്നു. പുറത്ത് ഡ്രൈവറാണ്. അയാൾ ജാഫറിനെ നോക്കി. സാർ, വണ്ടിയിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഇത് സാർ കാറിൽ നിന്നും എടുക്കാൻ മറന്നു. അത് തരാൻ വന്നതാ. ഓ ഗോഡ്. അയാൾ ബാഗ് വാങ്ങിച്ചു. അതിനുശേഷം വാതിലടച്ചു. ജാഫർ കുളിമുറിയിൽ കയറിയതും കരണ്ട് പോയതും ഒരുപോലെയായിരുന്നു. നാശം, അയാൾ പിറുപിറുത്തു. അതേസമയം വീടിൻ്റെ പുറത്തെ വാതിലിൽ ആരോ ആഞ്ഞു കൊട്ടുന്ന ശബ്ദം അയാൾ കുളിമുറിയിൽ നിന്നുകൊണ്ട് കേട്ടു. ഓ, ആ ഡ്രൈവറായിരിക്കും. ഇയാളെ കൊണ്ട് ശല്യം തന്നെ. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അയാൾ കുളിമുറിയിൽ നിന്നും ഇറങ്ങി. ചുറ്റും ഇരുട്ടായതിനാൽ അയാൾ ഏറെ പ്രയാസപ്പെട്ട് മേശയിൽ നിന്നും തൻ്റെ ഫോൺ തപ്പിയെടുത്തു. അതിനുശേഷം അതിലെ വെട്ടത്തിൻ്റെ സഹായത്താൽ വാതിലിന് സമീപത്തേക്ക് ചെന്നു. പുറത്തുനിന്നും ആരോ വാതിൽ നിർത്താതെ കൊട്ടുന്നു. അയാൾക്ക് ദേഷ്യം വന്നു. എടോ, വാതിൽ പൊളിക്കാതെ ഞാൻ തുറക്കാം. വാതിൽ തുറന്ന് ജാഫർ പുറത്തിറങ്ങി. നല്ല ചാറ്റൽ മഴയുണ്ട്, മിന്നലും കാണുന്നു. പക്ഷെ പുറത്താരെയും അയാൾ കണ്ടില്ല. അയാൾ ഫോണിലെ വെട്ടം പുറത്തേക്ക് കാട്ടി. മുറ്റത്ത് ഇറങ്ങിയ അയാളുടെ മുഖത്ത് മിന്നലിൻ്റെ വെട്ടമടിച്ചു. മുറ്റത്തും ആരെയും അയാൾ കണ്ടില്ല. തിരികെ അകത്തേക്ക് കയറിയ ജാഫർ വാതിലിന് കുറ്റിയിടുകയായിരുന്നു. അപ്പോൾ അയാളുടെ പിന്നിലായി മിന്നലിൻ്റെ വെട്ടത്തിൽ ഒരജ്ഞാതൻ്റെ നിഴൽ. അയാൾ പിറകിലേക്ക് തിരിഞ്ഞപ്പോൾ ഒന്നുകൂടി മിന്നൽ പ്രകാശിച്ചു. പക്ഷെ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. ജാഫർ അപ്പുറത്തെ മുറിയിലേക്ക് നടന്നു. ഓ, ഈ കരണ്ട് ഇന്നെങ്ങും വരുന്ന ലക്ഷണമില്ല. അയാൾ KCB ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. ബെല്ലുണ്ട്, പക്ഷെ ആരും കോൾ എടുത്തില്ല. പെട്ടെന്ന് അയാൾക്ക് മറ്റൊരു കോൾ വന്നു. ചെക്ക് പോസ്റ്റിൽ നിന്നുമാണ്. അയാൾ ഫോൺ ചെവിയിൽ വെച്ചു. ഹലോ, അയാൾ സംസാരിച്ചു. വിളിക്കുന്നത് ചെക്ക് പോസ്റ്റിൽ ചെക്കിങ്ങിന് നിന്ന ഉദ്യോഗസ്ഥനാണ്. എന്താടോ കാര്യം? അയാൾ ചോദിച്ചു. സാർ, ചെക്കിങ്ങിനിടയിൽ ഒരു വണ്ടി നിർത്താതെ പോയി. കുറച്ച് മുൻപാ. സാർ ഉറങ്ങിയായിരുന്നോ? ഇല്ലടോ, ഇവിടെ വെട്ടവുമില്ല. ആകെ ഒരു ദുരൂഹത. താൻ IG സാറിനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. എന്നാൽ ശരി. അയാൾ ഫോൺ കോൾ കട്ടാക്കി. പെട്ടെന്നാണ് ഫോൺ ജാഫറിൻ്റെ കയ്യിൽ നിന്നും നിലത്ത് വീണത്. ഫോൺ ഒരു വാതിലിൻ്റെ ഇടയിലേക്ക് വീണിരിക്കുന്നു. അയാൾ വാതിൽ തള്ളി നീക്കി. ഇരുട്ടായതിനാൽ തറയിലിരുന്ന് അയാൾ ഫോൺ തപ്പി. തപ്പുന്നതിനിടയിൽ എന്തോ ഒന്ന് അയാളുടെ കയ്യിൽ തടഞ്ഞു. അതാരുടെയോ കാലായിരുന്നു. ജാഫർ അടുത്തു കിടന്ന ഫോൺ എടുത്തു. അതിലെ വെട്ടം നേരെ കാണിച്ചതും അവിടെ കണ്ട കാഴ്ച ജാഫറിനെ ഞെട്ടിച്ചു. പിന്നീട് വീടിൻ്റെ പുറത്തേക്ക് വലിച്ചു കീറുന്ന ശബ്ദങ്ങളും ജാഫറിൻ്റെ നിലവിളിയും മുഴങ്ങി. 2 മാസങ്ങൾക്ക് ശേഷം ചെമ്പകവനം ചെക്ക് പോസ്റ്റിലേക്ക് ഒരു ജീപ്പ് കടന്നു വന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ജീപ്പിനുള്ളിലേക്ക് ടോർച്ച് കൊണ്ടവർ നോക്കി.
തൻ്റെ പേരെന്താടോ? ചോദ്യം കേട്ട് അയാൾ ജീപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്നു. ഉദ്യോഗസ്ഥർ ഞെട്ടി. പണ്ട് ചെമ്പകവനത്തിലെ ഫോറസ്റ്റ് ഹെഡ് ഓഫീസറായിരുന്ന ഫെഡറിക് ജോൺ ആണ് അയാൾ. അയ്യോ, ഇതാരാ? ഫെഡറിക് സാറോ? സോറി സാർ, ഞങ്ങൾ ആളറിയാതെ ചോദിച്ചു പോയതാ. ഓ, അതൊന്നും സാരമില്ലടോ, തനിക്കെന്നെ മനസ്സിലായല്ലോ, അത് മതി. പെട്ടെന്നൊരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു, സാർ ഇനി മുതൽ ഇവിടാണോ? അതേടോ, സ്ഥലം മാറ്റം തന്നു ചെമ്പകവനത്തിലേക്ക്. എന്നാൽ ശരിയേടോ, ഞാൻ ക്വാർട്ടേഴ്സ് വരെ ഒന്ന് പോയി നോക്കട്ടെ. ഇനി മുതൽ താമസം അവിടാണല്ലോ? പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഞെട്ടി. ഏത് ക്വാർട്ടേഴ്സാ സാറേ? ആ കാടിനു നടുവിലെ ഭാർഗവി നിലയത്തിൻ്റെ കാര്യമാണോ പറയുന്നത്? 2 മാസം മുൻപ് അവിടെ താമസിച്ചിരുന്ന ജാഫർ സാറിനെ ഇതേവരെ കിട്ടിയിട്ടില്ല. ഇത് കേട്ട ഫെഡറിക് ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ ഉദ്യോഗസ്ഥർക്ക് തോന്നി. ഫെഡറിക് തൻ്റെ ക്വാർട്ടേഴ്സിൽ എത്തി. വിജനമായ ആ പ്രദേശത്ത് ചുറ്റും വനങ്ങളും നിഗൂഢതകളുമാണ്. അയാൾ താമസം തുടങ്ങാൻ പോകുന്ന ഇടത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഉണങ്ങിയ വൃക്ഷം അയാൾ കണ്ടു. അയാൾ തൻ്റെ വസതിയിലൂടെ അടുത്തുള്ള ആ ഉണങ്ങിയ വൃക്ഷത്തെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരാൾ അയാളെ പിന്നിൽ നിന്നും വിളിച്ചത്. ഫെഡറിക് സാറേ, എന്നെ ഓർമ്മയുണ്ടോ? ഫെഡറിക് അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഓർക്കുന്നില്ലല്ലോ. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഞാൻ പൗലോസ്. പണ്ട് സാർ ഇവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒത്തിരി സഹായങ്ങൾ സാർ എനിക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഫെഡറിക്കിന് പൗലോസിനെ ഓർമ്മ വന്നു. താനാകെ ക്ഷീണിച്ചു പോയല്ലോ പൗലോസെ. പഴയതുപോലെ ബലമൊന്നുമില്ല സാറേ. വയസ്സായില്ലേ? എന്നാൽ പിന്നെ പോട്ടെ സാറേ. പൗലോസ് തിരികെ പോയി. ഫെഡറിക് അത് നോക്കി നിന്നു. പിന്നീട് അയാൾ തൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ പൂട്ട് തുറന്നു. അകത്ത് കയറി. പൊടി കയറി കിടക്കുകയാണ് സ്ഥലങ്ങളെല്ലാം. അയാൾ താൻ താമസിക്കുന്ന മുറികളെല്ലാം വൃത്തിയാക്കി. വൈകാതെ രാത്രി 10:45 കഴിയുന്നു. അയാൾ തൻ്റെ ഫോണിൽ നാട്ടിലേക്ക് വിളിച്ചു. ഭാര്യയോട് സംസാരിക്കുകയായിരുന്നു. കുശലങ്ങൾ അന്വേഷിച്ചിരിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, എന്നെയും കൂടി അച്ചായൻ ജോലി ചെയ്യുന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒറ്റയ്ക്കിങ്ങനെ എത്ര നാൾ? ഇത് കേട്ട ഫെഡറിക് പുഞ്ചിരിയോടെ പറഞ്ഞു, എടി, ചെമ്പകവനം നീ ഉദ്ദേശിക്കുന്ന രീതിയിലെ ഒരു സ്ഥലമല്ല. ഇവിടെ അധികം ആൾതാമസമൊന്നുമില്ല. നീ സ്വസ്ഥമായിരിക്കെ. ഞാൻ ഇടയ്ക്ക് നാട്ടിലേക്ക് വരാം. എന്നാൽ ശരി, ഞാൻ ഫോൺ വയ്ക്കുക. നീ ഉറങ്ങിക്കോ. ഫെഡറിക് ഫോൺ കോൾ കട്ടാക്കി. അയാൾക്ക് കിടന്നിട്ടും ഉറക്കം വന്നില്ല. അയാൾ കീഴുദ്യോഗസ്ഥനായ പെൽവിസിനെ വിളിച്ചു. ഹലോ പെൽവിസേ. എന്താ സാറേ? അയാൾ ചോദിച്ചു. ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാ. ജാഫർ സാറിനെ കാണാതായിട്ട് എത്ര മാസമായെന്നാ പറഞ്ഞേ? ഫോണിലൂടെ പെൽവിസ് പറഞ്ഞു. ഏകദേശം 2.5 മാസം ആയി സാർ. എന്താ സാർ പ്രശ്നം? ഒന്നുമില്ല, ബാക്കി നാളെ സംസാരിക്കാം. അടുത്ത ദിവസം രാവിലെ ഫെഡറിക് ഫോറസ്റ്റ് ഓഫീസിൽ എത്തി. ഇന്ന് തൻ്റെ ആദ്യ വർക്കിംഗ് ഡേ ആണ്. അയാൾ തൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചു ഓർമ്മ പുതുക്കി. അവർ ഒരുമിച്ച് ചെമ്പകവനം ചെക്ക് പോസ്റ്റിൽ സമീപം ഉൾക്കാട്ടിൽ നിന്നും ഒരു മരം മുറിക്കുന്ന ശബ്ദം കേട്ട് അവിടേക്ക് ചെന്നു. കുറച്ച് കള്ളക്കടത്തുകാർ ചേർന്ന് കാടിനു നടുവിൽ നിന്നും കുറേ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു. അവരെ ഉദ്യോഗസ്ഥർ ചേർന്ന് സ്റ്റേഷനിലെത്തിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം കൂടാതെ കാട്ടിലെ തടികൾ മുറിക്കരുതെന്നറിയില്ലേ? പിന്നെന്തിനാ മുറിച്ചത്? അത് പിന്നെ സാറേ, പിടിക്കപ്പെടില്ല എന്ന വിശ്വാസം കൊണ്ട് മുറിച്ചതാ. പെട്ടെന്ന് ഫെഡറിക് പുഞ്ചിരിച്ചു. ഓ, വിശ്വാസം. എടോ പെൽവിസെ, ഇതുവരെ ഈ ചെമ്പകവനത്തിൽ നടന്നിട്ടുള്ള എല്ലാ മരത്തടി മോഷണ കേസുകളും ഇവന്മാരുടെ തലയിൽ ചുമത്തിയേരെ. ഇത് കേട്ട് പെൽവിസ് എന്ന കീഴുദ്യോഗസ്ഥൻ പറഞ്ഞു, ശരി സാർ, അങ്ങനെ തന്നെ ചെയ്തേക്കാം. അന്ന് സന്ധ്യാസമയത്ത് നേരം ഇരുട്ടി വരുന്നതേ ഉള്ളൂ. ഫെഡറിക് നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കി നേരെ ക്വാർട്ടേഴ്സിലേക്ക് എത്തി. അവിടെ ഒരു വലിയ വിജനത അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ വീട് തുറന്ന് അകത്തു കയറി. ഒന്ന് കുളിച്ച ശേഷം അയാൾ മുറിയിലിരുന്ന് പുസ്തക വായനയിൽ മുഴുകി. ഏകദേശം സമയം ഒരു 8:30 മണി ആയിക്കാണും. പെട്ടെന്ന് കരണ്ട് പോയത്. അയാൾ തൻ്റെ ഫോണിലെ വെളിച്ചത്താൽ അടുത്തിരുന്ന മെഴുകുതിരി കണ്ടു. ശേഷം പോക്കറ്റിൽ നിന്നും തീപ്പെട്ടിയെടുത്ത് മെഴുകുതിരി കത്തിച്ചു. അയാൾ KCB ഓഫീസിലേക്ക് ഫോൺ വിളിച്ചു. പെട്ടെന്ന് ഒരാൾ ഫോൺ എടുത്തു. ഹലോ സാർ, കരണ്ട് വരാൻ ഇനിയും അരമണിക്കൂർ എടുക്കും. റോഡിലെ പോസ്റ്റ് കാറ്റത്ത് മറിഞ്ഞു വീണു. എന്നാൽ ശരിയടോ.
ഫെഡറിക് ഇതുമാത്രം പറഞ്ഞ് കോൾ കട്ടാക്കി. അയാൾ താൻ കത്തിച്ചു വെച്ച മെഴുകുതിരിയിലേക്ക് കണ്ണെടുക്കാതെ നോക്കി. പെട്ടെന്നാണ് ആരോ ഊതിക്കെടുത്തിയതുപോലെ മെഴുകുതിരി അണഞ്ഞത്. അതയാളുടെ തോന്നലാണ്. ഒരു ചെറുകാറ്റത്താണ് ആ തിരി അണഞ്ഞത്. ഇപ്പോൾ ഫെഡറിക് ചുറ്റും ഇരുട്ടാണ്. ഭയന്നിട്ടല്ല, എങ്കിലും തൻ്റെ അരികിൽ മറ്റാരോ ഉള്ളതായി അയാൾക്ക് അനുഭവപ്പെട്ടു. പക്ഷേ പെട്ടെന്ന് ഒരു സംഭവം കേട്ട് ഫെഡറിക് ഞെട്ടി. ഈ കഥയുടെ അടുത്ത ഭാഗം രണ്ടാമത്തെ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.